ഹലോ, നമസ്കാരം. എല്ലാവർക്കും വണക്കം. ഞാൻ നിങ്ങളുടെ ഷിജോ വിജയ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് TV ചാനലിലും നമ്മുടെ മൊബൈൽ ഫോണിലും മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ്. നെടുവാങ്ങാടുള്ള ഒരു പിഞ്ചു കുട്ടിയെ ഒന്നും അറിയാത്ത ഒരു കൊച്ചിന് രണ്ടാനച്ഛനും അവൻ്റെ പെറ്റമ്മയെന്ന് പറയാൻ പോലും വാക്കുകൾ പറ്റുന്നില്ല. അത്രയ്ക്ക് നീചയായ ഒരു സ്ത്രീയും കൂടെ ചേർന്ന് ആ കൊച്ചിന് 51 മുറിവുകളാണ് ആ കൊച്ചിൻ്റെ ദേഹത്തുള്ളതെന്നാണ് പറയുന്നത്. 51. ഇന്നലെ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർമാർ അതിൻ്റെ ഇത് നടത്തിയപ്പോൾ 91 മുറിവുകളുണ്ടെന്നാണ് അവരെ കണക്ക് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള ഒരിതാണ് നീ ചെയ്തത്. നീ എന്തിനാ കൊച്ചിനെ നീ ഇങ്ങനെ ചെയ്തതാണ്? നിനക്കല്ലെങ്കിൽ വളർത്താൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോയി ചിത്ര ഹോമിലോ തിരുവനന്തപുരത്ത് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ? നീ എന്തിനീ പാചകം ചെയ്ത്? ദൈവം പോലും നിൻ്റെ അടുത്ത് കരുണ കാണിക്കുന്നു. അതുപോരാഞ്ഞിട്ട് ഒരു പെറ്റമ്മയാണ്, സ്വന്തം വയറിൽ നിന്ന് വന്ന ഒരു കുഞ്ഞിനെയാണ് ആ കുഞ്ഞിന് കൂട്ടുന്നത്. ഒരു വാർത്ത അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ പുറത്തു പോകുമ്പോൾ വീട് പൂട്ടി ആ കൊച്ചിനെ മാണിയൻ്റെ സെൻസൈഡിൻ്റെ മോളെ നിർത്തിയിട്ട് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ വന്ന് വീണെങ്കിൽ വീഴട്ടെ എന്ന്. അവസാനത്തെ ചിത്രം കണ്ടല്ലേ, 2 കൈയും ഒടിഞ്ഞ് 51 മുറിവുകൾ ജനേന്ദ്രിയത്തിലും ശരീരത്തിൻ്റെ ഓരോരോ കാലിലും കയ്യിലൊക്കെ ഓരോരോ മുറിവുകളാണ് കണ്ടത്. ദുഃഖമുണ്ട്. ഇതെന്തൊരു കേരളം ഇത്! ഇങ്ങോട്ട് പോകുന്നു, ആർക്കും ആരോടും ഒരു ഇതുമില്ല. പക്ഷേ എന്തായാലും അവിടുത്തെ നാട്ടുകാരെ സമ്മതിച്ചിരിക്കണം. അവരെ കൊണ്ടുപോയ സമയത്ത് കൊടുക്കാനുള്ള കൊടുത്ത്. പക്ഷേ പോലീസന്മാർ ഉള്ളതുകൊണ്ട് ഇനി അവ ഇറങ്ങൂല. അവൻ ചെയ്ത് വെച്ച് ഇത്രയും വളരെ ക്രൂരമായിപ്പോയി. ഒന്നും അറിയാത്ത നീ വേറെ ആർക്കെങ്കിലും കൊണ്ട് നീ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളാ. അതിനേക്കാൾ അടുത്ത വേറൊരു വാർത്ത എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ജനലിൽ കൂടെ ഒരു കൊച്ചിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു, പ്രസവിച്ച്. ആ കൊച്ചിപ്പോൾ പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് ആ കൊച്ച് രക്ഷപ്പെട്ട്. പക്ഷേ ഇത് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ഇതായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വളരെ വിഷമത്തോടെയായിരുന്നു ആ വാർത്ത കണ്ടത്. എങ്കിലും നെടുവങ്ങാടാണ് സ്ഥലം.